ഇങ്ങനൊരു വാർത്ത ആദ്യം മാതൃഭൂമിയിൽ കൂടെയാണ് എൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ വന്നത്. ഞാൻ സാധാരണ ഈ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഈ പ്രദേശത്തൊക്കെ ഒരുപാട് ബന്ധമുള്ള ആളാണെങ്കിലും ഇങ്ങനൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു. ബിന്ദു മിനിസ്റ്റർ ഇവിടെ വരികയും ബിന്ദു കൃഷ്ണ ഇവിടെ വരികയും കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നോട് ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കൊരു സ്കീമുണ്ട്. അതായത് രാഷ്ട്രീയ ബാല RBSK രാഷ്ട്രീയ ബാല സുരക്ഷാ അല്ലേ, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ പേരാണ്. RBSK സ്കീം അനുസരിച്ച് കുട്ടികളുടെ ചികിത്സ സർക്കാർ തന്നെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതാണ്. കാരണം സാധാരണ രീതിയിൽ ഇത് ജനറ്റിക് പ്രോബ്ലം ആവാനാണ് സാധ്യത. അപ്പോൾ സാധാരണ രീതിയിൽ ആദ്യത്തെ കുട്ടി ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ മാതാപിതാക്കൾക്ക് സാധാരണ ഇത് കൗൺസിലിംഗ് നടത്താറുണ്ട്. അതായത് അടുത്ത കുട്ടി ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് പലർക്കും ഈ രണ്ടാമതൊരു കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യാറില്ല. പക്ഷേ ഇവർക്കത് സംബന്ധിച്ച വിവരങ്ങളൊന്നും അറിഞ്ഞു കാണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 3 കുട്ടികൾക്കും ഒരുപോലെയാണ്. പക്ഷേ അതിൽ ഏറ്റവും മൂത്ത കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിട്ടുള്ളത്. ഏതായാലും സർക്കാർ ഇവരുടെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഈ പദ്ധതി അനുസരിച്ച് ഇവരുടെ ചികിത്സ ഉറപ്പാക്കും. പിന്നെ കുട്ടികളുടെ അച്ഛന് ഒരു ജോലി, അധികം കൂലിപ്പണിയാണ്. അതിനുള്ള കാര്യങ്ങൾ ആലോചിച്ച് നടപടി സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കാലത്ത് നിവയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മെഡിസിൻ എത്തിയില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞല്ലോ. റെംഡിസിവിർ എന്നൊരു മരുന്നുണ്ട്. അത് ഞങ്ങൾ ബഹറിൽ നിന്ന് ഡൽഹിയിലെത്തി 7 മണിയുടെ ഇൻഡിഗോ ഫ്ലൈറ്റിന് അത് കണ്ണൂർ എയർപോർട്ടിലെത്തും. അത് 50 ഞാൻ പറയാം, REMDISUEL റെംഡിസിവിർ. അത് 200 ആണ് വേണ്ടത്. ഇന്നിപ്പോൾ 50 വരുന്നുണ്ട്. 150, അതായത് ബോട്ടിലാണ്. 50 ബോട്ടിൽ ഇന്ന് ഈ ഫ്ലൈറ്റിൽ, ഇൻഡിഗോ ഫ്ലൈറ്റിന് 10 മണിക്ക് കണ്ണൂരെത്തും. അപ്പോൾ ബഹ്റിനിൽ നിന്ന് ഞങ്ങൾ മരുന്ന് ഡൽഹിയിലെത്തിച്ച് ഡൽഹിയിൽ നിന്നാണ്, കാരണം ഈ മരുന്ന് ചെന്നൈയിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ്, അതായത് മിനിഞ്ഞാന്ന് പറഞ്ഞത് ആവശ്യത്തിനുള്ള മരുന്നുണ്ട്. പക്ഷേ അത് എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇത് ബഹ്റിനിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ബഹ്റിനിൽ നിന്ന് അത് ഡൽഹിയിലെത്തിച്ച് അതിൻ്റെ മറ്റ് പരിശോധനകളൊക്കെ പൂർത്തിയായി. നമ്മൾ ഇപ്പം മരുന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പരിശോധനകൾ പൂർത്തിയായി 7 മണിയുടെ ഇൻഡിഗോ ഫ്ലൈറ്റിന് ഡൽഹിയിൽ നിന്ന് കണ്ണൂരേക്ക് പുറപ്പെടും. കണ്ണൂരെത്തിയാൽ ഉടനെ അത് കോഴിക്കോട് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും അടുത്തത് 2 ദിവസത്തിനുള്ളിൽ വരും. 150 ബോട്ടിലാണ് ഇനി വരേണ്ടത്. അത് നാളെയോ മറ്റന്നാളായിട്ട് എത്തും. ഇന്ന് 50. നാളെ കാലത്ത് പോകുന്നുണ്ട്. 11:30 മണിക്ക് കലക്ട്രേറ്റിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കേസിലെ കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് ആദ്യഘട്ടം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മരണങ്ങളും വ്യാപനങ്ങളും ഉണ്ടായത്. നിപയുടെ ഇത് സ്ഥിരീകരിച്ച് അന്ന് ഞാൻ കോഴിക്കോടുണ്ട്. അന്ന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നീട് ആർക്കും ഇത് പോസിറ്റീവായിട്ടില്ല. ഇപ്പോൾ അവരുടെ സമ്പർക്കത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ ഇത് പറന്ന് പിടിക്കുമ്പോഴാണല്ലോ അവിടെ ഇരുന്നിട്ട് മാത്രമല്ല, അതേ സമയത്ത് ഷിഹല്ലയ്ക്ക് വ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ കാട്ടാക്കടയിൽ ഒരു KSRTC ബസ് സ്റ്റാൻഡിലെ കിണറിലെ ബാക്ടീരിയ കണ്ടു. അത് ഒരു കടയിൽ ബാക്ടീരിയ കലർന്ന വെള്ളം ഉപയോഗിച്ചതായിട്ട് കണ്ടു. കട അടപ്പിച്ചു. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുണ്ട്. ഇതിന് പുറമെ ഇന്നലെ
പാലക്കാട് വൈത്തിരിയിൽ 2 കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇരുന്ന് ഇത് നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം എപ്പോഴും വിളിക്കാൻ കഴിയും. ഏതായാലും നാളെ DHSഉം DME ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ടീം തന്നെ കോഴിക്കോട് വന്ന് കലക്ട്രേറ്റിൽ 11:30 മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ ബാക്കി കാര്യങ്ങൾ ഇതുവരെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കേണ്ട യാതൊരു സാഹചര്യം ഇപ്പോഴില്ല. എന്നാര് പറഞ്ഞു? ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞോ? ഇല്ലല്ലോ ഇതുവരെ. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോഗ്യവകുപ്പിനെ കല്ലെറിയുന്നത്? അതായത് മറ്റ് കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, ഒരു വിമർശിക്കാൻ എന്തെങ്കിലും നോക്കി നിൽക്കുമ്പോഴാണ് ഒരു നിപ വീണ് കിട്ടിയത്. പക്ഷേ ഇതിനെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇത് പിന്നെ ആരോഗ്യവകുപ്പിൽ എടുക്കുന്ന ചില നടപടികൾ ചില ലോബികൾക്ക് ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. പിന്നെ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല തലപ്പത്തും വെച്ചിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ നിയമനങ്ങളായിട്ട് വന്നവരാണ്. ഏറ്റവും രസം, കോവിഡിൻ്റെ കണക്ക് മറച്ചു വയ്ക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇരുത്തിയിട്ടുണ്ട്. അവരാണ് നിങ്ങൾക്ക് മരുന്നില്ല, ചികിത്സയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത തരുന്നത്. അത് ആരാന്നൊക്കെ മനസ്സിലായി. ഞാൻ ആരെയും ഡിസ്റ്റർബ്, ഞാൻ ഒരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടക്കം പരിപാടി ഞാൻ പറഞ്ഞു. പലരും വെച്ച രീതിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ സിസ്റ്റത്തിനോട് സഹകരിക്കുന്നവരെ സംരക്ഷിക്കും. സഹകരിക്കില്ല എന്ന് മാത്രമല്ല, ദ്രോഹിക്കാൻ നിന്നാൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. അതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്.